എൻ്റെ വീടിനടുത്തൊരു അയ്യപ്പൻ ചേട്ടനുണ്ട്. ഈ അയ്യപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷനായ അയ്യപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാനം കാണുക, കിണറിന് കുറ്റിയടിക്കുക, അങ്ങനെയുള്ള ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. ഈ പുള്ളീനെ വിളിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുറച്ച് എക്സ്ട്രാ ചെയ്യും. അതായത് കുറച്ച് ഈ ശംഖ് കറക്കുക, കുറച്ച് പൂവിട്ട് പൂജിക്കുക, മണി കിലുക്കുക, അങ്ങനെ കുറച്ച് എക്സ്ട്രാ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിനെ എല്ലാവർക്കും ഈ പൂജയ്ക്കൊക്കെ വിളിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് പുള്ളി ഈ വീടിന് കുറ്റിയടിക്കാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുക. അപ്പോൾ പുള്ളി ഈ വീടിന് കുറ്റിയടിച്ച് കുറച്ച് മന്ത്രമൊക്കെ ചൊല്ലി കുറച്ച് മണിയൊക്കെ കലക്കി പോക്കിട്ട് പൂജിച്ച് ഈ ശംഖിനകത്ത് തീർത്ഥം എടുത്തിട്ട് ഇങ്ങനെ തളിക്കുമല്ലോ. അപ്പോൾ വലിയ ശംഖാണ്. പുള്ളി ശംഖിന് തീർത്ഥം എടുത്ത് ഇങ്ങനെ തളിക്കുന്ന സമയത്ത് കൈ വിട്ടുപോയിട്ട് ഈ ഓണർ നെറ്റിക്കടിച്ച് നെറ്റി പൊട്ടി ചോര ഒഴുകുക. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി ഇത് പണി കിട്ടുമെന്ന്. അപ്പം തന്നെ പുള്ളി പറയാണ്, തിരുനെറ്റി കലശം കഴിഞ്ഞു, ചോരയാണ് ലക്ഷണം, ശുഭലക്ഷണമെന്ന്. ഈ അപ്രത്യക്ഷനായ അയ്യപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ഞങ്ങളുടെ സ്ഥലത്ത് ഈ ഓണത്തെ സമയത്ത് അത്തം 10 ദിവസം ഈ ചേട്ടന്മാരെല്ലാം കൂടി ചീട്ട് കളിക്കും. ചീട്ട് കളിക്കുന്ന വെച്ചാൽ 10 രൂപ 20 രൂപയൊക്കെ വെച്ചിട്ടുള്ള ചീട്ട് കളിയാണ്. അങ്ങനെ ഈ അയ്യപ്പൻ ചേട്ടനും കൊണ്ട് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വന്നു. ഇത് കളിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ തോട്ടമാണ്. ഈ റബ്ബർ തോട്ടത്തിൽ ഇങ്ങനെ ഈ തോട്ടപ്പയർ കയറി കിടക്കുക. റബ്ബറിൽ ഒരു പയറിടുമല്ലോ, ആ തോട്ടപ്പയർ ഇങ്ങനെ കയറി കിടക്കുക. പെട്ടെന്ന് പോലീസ് വരുമ്പോൾ എല്ലാവരും അങ്ങ് ചെതറി ഓടി. ഈ പോലീസുകാരെല്ലാവരും ഓടിച്ച് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പോയി ഇവരെ ജാമ്യത്തിൽ കൊണ്ടുവന്നു. ജാമ്യത്തിൽ കൊണ്ടുവന്ന് നാട്ടിൽ വന്നിപ്പോൾ ഈ അയ്യപ്പൻ ചേട്ടനെ കാണാനില്ല. അവർ വീണ്ടും സ്റ്റേഷനിൽ നിന്നു. സാറേ, നമ്മളെല്ലാവരുടെയും ജാമ്യത്തിൽ എടുക്കാനാണല്ലോ വന്നത്, എന്നാൽ അയ്യപ്പൻ ചേട്ടനെ വിടാത്തേന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആരും അങ്ങനെ ഇത്രയും പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് അയ്യപ്പനെ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു പോലീസുകാരൻ പറയാണ്, അയ്യപ്പനാണോ എന്നറിയില്ല, ഓടിപ്പോകുന്ന വഴിക്ക് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. അതെന്താണ് ഒരാൾ അപ്രത്യക്ഷനാവുന്നത് എങ്ങനെ? അപ്പോൾ ഈ എവിടെ നിന്നാണ് അപ്രത്യക്ഷനായ സ്പോട്ട് ചോദിച്ചു. അങ്ങനെ ആ സ്പോട്ട് നോക്കി ഇവർ ചെന്നപ്പോൾ സംഭവം എന്നാ വെച്ചാൽ ഇങ്ങനെ പയർ മൂടി കിടക്കുന്നതിൻ്റെ അടിയിൽ ഒരു കിണറുണ്ടായിരുന്നു. അത് കണ്ടില്ല. പുള്ളി ഓടിപ്പോയിട്ട് കിണറിലേക്ക് താഴേക്കങ്ങ് പോയി. പോലീസ് വിചാരിച്ചു ഇയാൾ അപ്രത്യക്ഷനായെന്ന് വിചാരിച്ചു. ഇയാൾ പേടിച്ചിട്ട് പോയി. അങ്ങനെ ഇയാളെ തിരിച്ചു കൊണ്ടുവന്ന് ഒരു ഷാപ്പിലിരുന്ന് ഇങ്ങനെ ഈ ചീട്ട് കളിച്ച് പോലീസ് പിടിച്ച കഥയൊക്കെ പറയാണ്. അപ്പോൾ ഈ അയ്യപ്പൻ ചേട്ടൻ പറഞ്ഞു, എടാ ആ കുമാരനാണ് ഒറ്റിയത്, ഈ കുമാരനൊരു കൂട്ടുകാരൻ പോലീസുകാരനുണ്ട്, അവൻ പറഞ്ഞു കൊടുത്തായിരിക്കും എന്ന് പറഞ്ഞ് അതൊരു ചർച്ചയായി. അപ്പോൾ പിറ്റേ ദിവസം ഈ കുമാരൻ വന്നിട്ട് ഈ അയ്യപ്പനോട് ചോദിച്ചു, നീ എന്താടാ ഞാനാണ് ഒറ്റിയെന്നൊക്കെ പറഞ്ഞ് ഈ അയ്യപ്പൻ ചേട്ടൻ പിടിച്ചു 2 അടി കൊടുത്തു. അയ്യപ്പൻ ചേട്ടൻ ഈ അടി കൊണ്ട് സഹിക്കാൻ പറ്റുമെന്ന് പറയും. എടാ നിന്നെയല്ല, നീയാണെങ്കിൽ ഞാൻ കാനമല കുമാരൻ എടുത്തു പറയത്തില്ലേ, ഇത് മറ്റേ പഴുക്കാനി കുമാരനാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ പഴുക്കാനി കുമാരൻ വന്നിടി. അങ്ങനെ അത്തം മുതൽ 10 ദിവസം ആ നാട്ടിലുള്ള സർവ്വകുമാരന്മാരും ഈ അയ്യപ്പൻ ചേട്ടൻ ഇടിച്ചു.